Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings. മൺഡേ ആണെങ്കിൽ സ്കൂളില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും ജയിപ്പൊന്നും എടുത്തില്ലായിരുന്നു. ശരിയാ, നമുക്ക് നാളെ ഇന്നെങ്ങാനും മിസ് മെസ്സേജ് അയക്കുമോ അറിയത്തില്ല. പിന്നെ അപ്പച്ചൻ കൊണ്ടുവിടുവോ? അപ്പച്ചൻ എന്നെ മറ്റേ സ്കൂളിലോട്ട് കൊണ്ടുവന്ന് ഇട്ടോളും. ശരിയാ. നല്ല രസമുള്ള പൂവല്ലേ? എന്നാ പിന്നെ ഇങ്ങോട്ട് പോയി, ഞാൻ ഒരു പൂ കാണിച്ചു തരാം. നിനക്ക് പൂ തരാം. എനിക്കെന്തിനാണ് പൂവ്? ചുമ്മാ ഇരിക്കട്ടെ, ഞാൻ തന്നു ആരോടും പറയണ്ട, ചുമ്മാ നിന്നോട്ടെ. ശരി. എവിടെ നീ പറഞ്ഞു? ഇത് നല്ല രസമുണ്ടല്ലോ പൂ കാണാൻ. എടി, പൂർണ്ണ ആരോടും പറയണ്ട കേട്ടോ. ശരി, ഞാൻ ആരോടും പറയുന്നില്ല. എടി, പപ്പൊന്നും കാണത്തില്ല. എന്നാ പിന്നെ പൊക്കോ. ശരി, ടാറ്റാ. 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 We lay awake in bed. The glass so loud as the hours pass. അച്ഛാ, എന്നാണെന്ന് ഞാൻ പറയുന്നതിനോ, അച്ഛൻ നിൽക്കണമെന്ന് തന്നെയാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സൈഡിൽ നിന്ന് നമുക്കൊരാൾ വേണം. അതുകൊണ്ട് അച്ഛൻ്റെ പേര് പറയുമ്പോൾ അച്ഛൻ ഇത് വേണ്ട ഇല്ല എന്നൊന്നും കാര്യങ്ങൾ പറയരുത്. കാരണം വെച്ചാൽ തോമായ അതുപോലെ സന്തോഷത്തിലാണ്. വെറുതെ രാവിലെ പോയി അവിടുത്തെ കാര്യം കണ്ട് നോക്കാൻ വേണ്ടി പോയേക്കുക. അപ്പോൾ ദൈവത്തെ ഓർത്ത് അച്ഛൻ എതിരഭിപ്രായം പറയരുത്. അതിൻ്റെ ആവശ്യം നമുക്ക് എന്നാണ്? എൻ്റെ അച്ഛൻ നമ്മുടെ കൂടെ ബലമായിട്ട് ഒരാൾ വേണമെന്നേ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, അവരുടെ അടുത്ത് പോയി ഓരോ ആവശ്യത്തിന് നമുക്ക് നിൽക്കാൻ പറ്റുമോ? ഇത് ഞാൻ അറിഞ്ഞിടത്തോളം ഇത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇത് ഭയങ്കര അലമ്പായിരുന്നു, ഒത്തിരി പേരുണ്ടായിരുന്നു, വലിയ പ്രശ്നമായിരുന്നു. ഈ പ്രാവശ്യം ആരും വരത്തില്ലെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് അതിന് എന്തിനായിരിക്കും ആവശ്യമില്ലാത്തായിരിക്കും നമ്മൾ ഈ അലമ്പിൻ്റെ അകത്ത് മാറ്റം ഉണ്ടാകാൻ വേണ്ടി അച്ഛൻ നമ്മുടെ കൂടെ ഒരാൾ വേണം. അതുകൊണ്ട് എന്നാണല്ലോ അച്ഛൻ ഇതിനകത്ത് എതിരഭിപ്രായം പറയരുത്. അപ്പോൾ അവരായതുകൊണ്ടാണ് ഈ ആൾക്കാരൊന്നും സഹകരിക്കാത്തത് ആയിരിക്കും. അതുകൊണ്ട് അച്ഛൻ ഇതിനകത്ത് സ്ട്രോങ്ങായിട്ട് നിൽക്കുമോ? ഞങ്ങൾ പുറയിലുണ്ട്, സപ്പോർട്ടായിട്ട്. പുറയിലല്ല, മുന്നിലുണ്ട് ഞങ്ങൾ. ഏതായാലും അവിടെ ചെല്ലട്ടെ, നമുക്ക് നോക്കാം. നമുക്കെന്നാ ഇറങ്ങിയാലോ? ഇറങ്ങാം, നമുക്കിറങ്ങാം. ഇത് സിജുവാണല്ലോ ചെയ്യാം. അവനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടാലേ. തോമ അവനെ അങ്ങോട്ട് ചെല്ലുമെന്ന് നോക്കിയിട്ട് ഇവർ ഇങ്ങോട്ട് വന്നേക്കുന്നത്. ആണോ? ഒന്ന് മോക്ക കാര്യം ചെയ്യും. മോന് വീട്ടിൽ കയറിയിരുന്നോ? അപ്പച്ചൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ട്, പോയിട്ട് ഓടി വന്നേക്കാം. മോൻ വരണ്ട, മോൻ പൊക്കോ. എന്നാ പോയി ഡ്രസ്സ് മാറിട്ട് ഓടി വാ. എന്താ കൊച്ചോടെ വട്ടേ? നീ എന്നാ തോമ അങ്ങോട്ട് നീ ചെല്ലുമെന്ന് ഓർത്ത് നോക്കിയിരിക്കുമല്ലോ. നീ എന്നെ അങ്ങോട്ട് പോകാൻ? ഞാൻ അങ്ങോട്ട് പോകാൻ നേരത്താ പോപ്പി പള്ളി കഴിഞ്ഞ് വന്ന് നിന്നേ. പിന്നെ അവനെ നിർബന്ധിച്ച് ഇവിടെ കൊണ്ടുവിടാൻ വന്ന. പൈസ തന്നോ? കിട്ടിയില്ല, അച്ഛൻ്റെ വാങ്ങിക്കണം. കിട്ടിയതാടാ. അപ്പൊ ആ പൈസ പോയിക്കിട്ടി. സഹോദരരായ കാർഗിൽ റെസിഡൻസി അസോസിയേഷൻ ഭാരവാഹികളെ, നമ്മുടെ കർത്തവ്യം ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായി നമ്മുടെ അജണ്ട ഇവിടെ ഞാൻ അവതരിപ്പിക്കുകയാണ്. ആദ്യമേ ഈശ്വര പ്രാർത്ഥന, കണക്കവതരണം, തിരഞ്ഞെടുപ്പ്, ഓണാഘോഷ പരിപാടി, സമാപനം. ഇത്തരം പരിപാടിയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യമായി നമുക്ക് ഈശ്വര പ്രാർത്ഥനയോടുകൂടി തുടങ്ങാം. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് സ്വാഗതമാണ്. അപ്പം നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റും നമ്മുടെ അസോസിയേഷൻ്റെ പ്രസിഡൻറ്റുമായ
ശ്രീമാൻ കാര്യമറ്റ മനോജ് അവരുടെ ഈ വേദിയിലേക്ക് ഹാർദവ സ്വാഗതം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഖജാൻജി ബാസ്കുട്ടൻ അവരുടെ ഈ വേദിയിലേക്ക് ഹാർദവ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മുടെ ദീർഘകാലമായി ഗൾഫ് രാജ്യങ്ങളിലിരുന്ന നമ്മുടെ എൽദോ പുതിയതായിട്ട് നമ്മുടെ ഈ അസോസിയേഷനിലേക്ക് ചേരാനായിട്ട് അദ്ദേഹം വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ ഹാർദവ സ്വാഗതം ചെയ്യും. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 40 പേര് ഇവിടെ കൂടിയതാണ്. ഇന്നിപ്പോൾ എന്താണ്ട് ആ കൊച്ചിനെ ഉൾപ്പെടെ 1, 2, 3, 4, 7 പേര് 7 പേരേ ഉള്ളൂ ഇവിടെ. ഇതാണ് വേണ്ടത്. പറയുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ആ 40 പേരും 30 പേരും വെള്ളമടിക്കാനാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നത്. എന്നിട്ട് ഇവിടെ നടന്ന പുകിലൊക്കെ എന്തായിരുന്നു നിങ്ങളെല്ലാവരും കണ്ടതല്ലേ? കഴിഞ്ഞ പ്രാവശ്യം എന്നാണോ നടന്നത്? ആ പ്ലാമൂട്ടിലെ ജോജോയുടെ പെണ്ണുപിള്ളയ്ക്ക് ബ്രാൻഡി കൊടുത്തിട്ട് കൊക്കക്കോള ആണെന്ന് പറഞ്ഞ് ബ്രാൻഡി കൊടുത്തിട്ട് ഇവിടെ പൊരിഞ്ഞ അടിയല്ലായിരുന്നു. ഇപ്പോൾ മനസ്സിലായി. ഇത്തവണ അതിന് വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ചായ. അല്ലേല് സാഞ്ചേട്ടൻ പറഞ്ഞ സത്യമാണ്. എന്താണെന്നറിയോ, ഞങ്ങളെല്ലാം അവിടെ പോയി ജോജയുടെ വീട്ടിൽ പോയി ജോജോട് മാപ്പ് പറഞ്ഞിട്ടാണ് ഇതൊന്ന് സെറ്റിൽമെന്റ് ആക്കിയത്. അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? സാജ അത് നമുക്ക് അതിനകത്ത് പരിഹാരം ഉണ്ടാക്കാം. അങ്ങനെ അയാൾക്കുള്ള എല്ലാവർക്കും അടുത്ത നടപടിയിലേക്ക് കിടക്കാം. ഇപ്പം നമ്മുടെ ഓണ സന്ദേശം പറയാനായി നമ്മുടെ പ്രസിഡന്റിനെ ക്ഷണിച്ചു. പ്രിയമുള്ള കാർഗിൽ റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങളെ എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ വീണ്ടും ഒരു ഓണക്കാലം വരവായി. എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും ഓണ സന്ദേശം നൽകാൻ എനിക്ക് ഒരു അവസരം തന്നതിന് നിങ്ങളോട് ഞാൻ ആദ്യം തന്നെ നന്ദി പറയുന്നു. ആദ്യമേ നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത് എന്താണ് ഓണം, ആരാണ് മഹാബലി എന്നുള്ളതാണ്. മഹാബലി എന്നൊരു രാജാവ് മണ്ടത്തരം കാണിച്ചുകൊണ്ട് നമ്മളെല്ലാം ഇന്ന് ഓണം ആഘോഷിക്കേണ്ടതായി വരുന്നത്. അതുകൊണ്ട് ചെലവില്ലാതെ ലാഭം വല്ലതും ഉണ്ടോ വാസുണ്ടാ നമുക്ക്? എനിക്കുണ്ട്, ഞാനിതുകൊണ്ടൊക്കെ ജീവിക്കും. വാമനൻ 3 മണ്ണ് ചോദിച്ചപ്പോൾ നമ്മൾ കൊടുത്തോണ്ടത് മണ്ടത്തരമായി പോയില്ലേ? നമ്മളല്ലോ കൊടുത്തത്, മഹാബലിയല്ലേ കൊടുത്തത്. അതുകൊണ്ട് മഹാബലിക്ക് പാതാളത്തിലേക്ക് പോകേണ്ടതായിട്ട് വന്നില്ലേ? അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അങ്ങേരുടെ നാട്ടുകാർ വഴിയാതെ കഴിഞ്ഞു. 1 സെന്റ് സ്ഥലവേലും മഹാബലിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് നമുക്കിന്ന് ഓണം ആഘോഷിക്കേണ്ടതായിട്ട് വരുമായിരുന്നു. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഓണ സന്ദേശം ഇതാണ്: ഒരുത്തനെ കണ്ണടച്ച് വിശ്വസിക്കരുത്. വിശ്വസിച്ചാൽ ഈ മാവേലിയുടെ അവസ്ഥയായിരിക്കും നിങ്ങൾക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഓണ സന്ദേശം അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും ഓണ ആശംസയോടെ നിർത്തുന്നു. വളരെ മനോഹരമായ സന്ദേശം തന്ന നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ പ്രസിഡന്റിന് നന്ദി അറിയിച്ചുകൊണ്ട് അടുത്ത നമ്മുടെ ഖജാൻജി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അദ്ദേഹം ഭയങ്കര തിരക്കുള്ള ഒരാളാണ്. എന്നാലും ആ തിരക്കുകളിലിടയ്ക്കും ഇന്നിപ്പം നമ്മൾക്ക് വിളിച്ച് ആ സമയത്ത് അദ്ദേഹം വരികയും ചെയ്തു. അതുപോലെ 7 വർഷത്തെ കണക്ക് സഹിതം ഇന്ന് അവതരിപ്പിക്കുന്നുണ്ടാണെന്ന് തോന്നുന്നത്. ഒത്തിരി ബുക്കുകൾ, പഴയ ബുക്കുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാം സഹകരിക്കുക. ഇപ്പം അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട നമ്മുടെ അസോസിയേഷൻ്റെ പ്രസിഡന്റ് ശ്രീ മനോജ് കൈനൂറ്റം, സെക്രട്ടറി തോമസ്, വേദിയിലിരിക്കുന്ന എല്ലാ അംഗങ്ങളും, നമ്മളിന്നിവിടെ നമ്മുടെ കർത്തവ്യം കണക്ക് വായിക്കുക എന്നുള്ള ഒറ്റ കർത്തവ്യമുള്ളൂ. അതുപോലെ തന്നെ എനിക്ക് ആദ്യമായിട്ടൊന്ന് പറയാനുള്ളത്, നമ്മുടെ സെക്രട്ടറി പറഞ്ഞ പോലെ 8-9 വർഷത്തെ കണക്കൊന്നും വെച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കഴിഞ്ഞ പ്രാവശ്യവും നമ്മൾ കണക്ക് അവതരിപ്പിച്ചാണ് എല്ലാവരും കൈയറ്റി പാസ്സാക്കിയതാണ്. ഈ വർഷത്തെ കണക്ക് മാത്രം വായിച്ചാൽ മതിയോ അതോ മുന്നുള്ള കണക്ക് നമ്മൾ ഇനി നോക്കി എടുത്ത് വായിക്കണോ എന്നുള്ളത് നിങ്ങൾ ഒറ്റ അഭിപ്രായം പറയാം. 1 വർഷത്തെ കണക്ക് ഫുള്ളായിട്ട് വായിക്കാൻ പറയാം അല്ലേ? ഞാൻ ആദ്യമായിട്ടല്ലേ, എനിക്കറിയത്തില്ല. ആദ്യം തന്നെ ചോദിക്കും. ഒരു കാര്യം ചെയ്യും, കഴിഞ്ഞ വർഷത്തെ ഫുള്ള് അവതരിപ്പിക്കും. മിസ്റ്റർ സാജൻ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഓണക്കണക്കുകൾ മൊത്തം അവതരിപ്പിച്ചാണ്. ഇനി നിങ്ങൾ പറയുമ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ പറയാൻ വലിയ പാടുണ്ട്.
എന്തോ നമ്മുടെ കാര്യങ്ങൾക്കെല്ലാം പൈസ അയച്ചു തന്നുകൊണ്ടിരുന്ന ആളാണ്. അതുകൊണ്ടാണ് ഞാൻ കണക്ക് അവതരിപ്പിക്കാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കഴിഞ്ഞ ഓണത്തിന്റെ കണക്കുകൾ ഒന്നുകൂടെ ഒന്ന് അവതരിപ്പിക്കാം. അതുപോലെ എന്താ വെച്ചാൽ അത് മതി. ആദ്യമേ കണക്കുകൾ അവതരിപ്പിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ കണക്കാണ് വായിക്കുന്നത്. ഈ കൊല്ലത്തെ അല്ല, അതും കൂടെ ഓർത്തോണം. അത്തപ്പൂക്കൾ ഇടാൻ പൂക്കൾ മേടിച്ച വകയിൽ 5000 രൂപ. അത് തമിഴ്നാട്ടിൽ പോയി ഞാൻ തന്നെ മേടിച്ചോണ്ട് വന്നത്. അതുകൊണ്ടാണ് ഇത്രയും വില കുറച്ച് നമുക്ക് പൂ കിട്ടിയത്. റെസിഡൻസ് വക പാവങ്ങൾക്ക് ഓണക്കെട്ടി കൊടുത്തത് 50,000 രൂപ. ഓണസദ്യ ഒരുക്കിയത് 50,000 രൂപ. അത് എൻ്റെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയത് കൊണ്ടാണ് നമുക്ക് ഇത്രയും ചെലവ് കുറച്ച് ഓണക്കെട്ടി കൊടുക്കാൻ പറ്റും. മാവേലിക്ക് 10,000 രൂപ. മാവേലിക്ക് 10,000? അതെന്നാ മാവേലിയാണ്? മാവേലിക്ക് 10,000 രൂപ കൊടുത്തില്ലേ, അത് എന്നെ കുറ്റം കൊണ്ടുപോയി കാര്യമില്ല. കഴിഞ്ഞ പ്രാവശ്യം വ്യത്യസ്തമായ മാവേലി വേണമെന്ന് തോമാ തന്നെയാണ് പറഞ്ഞത്. അല്ലേ പ്രസിഡന്റ്? അല്ലേ? അതിനിപ്പോൾ നിങ്ങളെല്ലാം കൂടെ എല്ലാം കുറ്റം പറഞ്ഞിട്ട് കാര്യമിരിക്കുന്നത്. ഞാൻ ഒരു പൈസ പോലും ഇതിനകത്ത് ഒന്നും എടുത്തിട്ടില്ല. വ്യത്യസ്തമായ മാവേലി വേണമെന്ന് സെക്രട്ടറി തന്നെയല്ലേ കഴിഞ്ഞ വർഷം പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ ഇവിടെ കിടന്ന റോഡിൽ കിടന്ന ഒരു മാവേലിയെ വിളിച്ചോണ്ട് വന്ന് കഞ്ഞിയും കുടിക്കില്ല, അവന് വൈനും മേടിച്ചു കൊടുത്ത് അവന് ചെലവെല്ലാം കൂടെ ഇനി സെക്രട്ടറി തന്നെ പറയാം. ഞാൻ പ്രസിഡന്റും കൂടെ സാക്ഷിയില്ലേ 10,000 രൂപ കൊടുത്ത്. എല്ലാം കഴിഞ്ഞിട്ട് മാവേലി നടത്തിയ പൂരപ്പാട്ടും ഓണത്തല്ലും ഇതെല്ലാം കൂടെ കൂട്ടി 10,000 രൂപ ആയതാ. തീർന്നില്ല, അടുത്തൊരു ആശുപത്രി ബില്ലും കൂടെ വരുന്നുണ്ട് മാവേലിക്ക് വേണ്ടി, ഒരു 5,000 രൂപയും കൂടെ. അതെന്ത് ചെലവാ? മാവേലി നേരെ പൂരപ്പാട്ടും കഴിഞ്ഞ് നേരെ പോയത് അവറാന്റെ വീട്ടിലേക്കാണ്. അവറാൻ പട്ടി കളിച്ചു വിട്ടു, മാവേലിയെ കളിച്ചു. നേരെ പോയത് ആശുപത്രിയിലേക്ക് 5,000 രൂപ ബില്ലും. പിന്നെ അതിനകത്ത് ഒരു സമാധാനം എന്താ വെച്ചാൽ നമ്മുടെ ഡോക്ടർ ആയതുകൊണ്ട് ഫീസ് ഡോക്ടർ വേണ്ടെന്ന് പറഞ്ഞു. അത്രയോ ലാഭമുണ്ട് നമുക്ക്. അടുത്ത പിന്നെ ലൈറ്റ് ആൻഡ് സൗണ്ട് 5,000 രൂപ, മറ്റു ചെലവുകൾ 3,500 രൂപ. ആകെ മൊത്തം ടോട്ടൽ ചെലവ് 1,22,500 രൂപ. വരവ് 1,42,500 രൂപ. ബാലൻസ് 14,000 രൂപ അസോസിയേഷൻ ഭാഗം നീക്കിയിരിപ്പുണ്ട്. ഈ നീക്കിയിരിപ്പ് അടുത്ത ബജറ്റ് വരുമ്പോഴത്തേന് ആ ബജറ്റ് നമ്മൾ വിളിച്ച് കണക്ക് വായിക്കുന്നത്. അപ്പോൾ ഇതാണ് കഴിഞ്ഞ വർഷത്തെ നമ്മുടെ കണക്ക്, വരവ് ചെലവ് കണക്ക്. അപ്പോൾ നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. ആർക്കും ചോദിക്കാനില്ലെങ്കിൽ നമുക്ക് പാസ്സാക്കാം. എന്നാൽ നമുക്കിനി അടുത്ത പരിപാടിയിലേക്ക് കടക്കാം. അടുത്ത നമുക്ക് തിരഞ്ഞെടുപ്പാണ്. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, ഒരു വോട്ട് നടത്തി നമ്മുടെ ഈ അസോസിയേഷൻ 2 തട്ടിൽ നിർത്താൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ നമുക്ക് പ്രിയപ്പെട്ട ഒരാളെ ഐക്യകണ്ഠേന നമുക്ക് തിരഞ്ഞെടുക്കാം. എൻ്റെ അഭിപ്രായം ഈ വർഷത്തെ പ്രസിഡൻ്റായിട്ട് നമ്മുടെ എൽദോയെ തിരഞ്ഞെടുക്കാമെന്നാണ്. അതിലാർക്കും ഒരു എതിർപ്പില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ അഭിപ്രായത്തിൽ മിസ്റ്റർ സാജൻ കുരിശിങ്കലിനെ, അതായത് എന്നെ പ്രസിഡന്റ് ആക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ അഭിപ്രായത്തിൽ മനോജ് കാരുവറ്റം നമ്മൾ 3-4 വർഷം പ്രസിഡന്റ് ആക്കുന്ന ആളാണ്. അതുപോലെ തന്നെ പൊതുപ്രവർത്തകനാണ്. അദ്ദേഹം തന്നെ വീണ്ടും പ്രസിഡന്റ് ആക്കുന്നതുകൊണ്ടാണ് എൻ്റെ താല്പര്യം. അപ്പോഴേ ഇത്ര അഭിപ്രായ വ്യത്യാസം ഉള്ളതുകൊണ്ട് നമുക്ക് വോട്ടെടുപ്പ് നടത്താം. വോട്ടെടുപ്പ് നടത്തിയിട്ട് നമുക്ക് ആരെ പ്രസിഡന്റ് ആവണമെന്നുള്ള വോട്ടെടുപ്പിലൂടെ തീരുമാനിക്കാം. അതല്ല എൻ്റെ ശരി. ശരി, അതെ, നമുക്ക് അങ്ങനെ നടത്താം. എന്നാ മതിയോ സാജാൻ? അങ്ങനെ ചെയ്താൽ പോലെ അതൊരു കാര്യം. നമുക്ക് ചായ കുടിച്ചിട്ടേ ബാക്കിയുള്ള കാര്യം നമുക്ക് നടപടിയിലേക്ക് കിടക്കാം. എന്നാ ചായ കാര്യം റെഡിയായോ? ചായ എനിക്കൊന്നും അറിയത്തില്ല. സിജയല്ലേ ഏൽപ്പിച്ചേക്കുന്നത്? ഞാൻ വന്നില്ലേ ഇത് കിട്ടും. എപ്പം പറഞ്ഞു വിട്ടവനെ? നോക്കി ഒന്ന് നോക്കി. പോട്ടോ.
നടപടിക്രമത്തേക്ക് കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ അതായത് വോട്ടിങ് വേണ്ട, അത്ര ആൾക്കാർ അധികമില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ സ്ഥാനാർത്ഥിമാരുടെ പേര് ഇവിടെ നമ്മുടെ ഖജാൻജി എഴുതുന്നുണ്ട്. അപ്പം ആ പേരിൻ്റെ നേരെ നിങ്ങൾ ടിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മുടെ ഖജാൻജി ചെയ്യുന്നുണ്ട്, അവിടെയാണ് വെക്കുന്നത്, അപ്പുറത്തെ ആ ബോക്സിനോട് വെക്കും. അപ്പോൾ നിങ്ങൾ പേര് നിന്ന് ടിക്ക് ചെയ്യണം. ഓക്കെ, മത്സരിക്കാനുണ്ട്. നമുക്ക് 3 പേരാണുള്ളത്. അപ്പോൾ നിലവിലെ പ്രസിഡന്റ് വീണ്ടും മത്സരിക്കുന്നുണ്ട്, ശ്രീ മനോജ്, അതുപോലെ തന്നെ എൽദോ, അതുപോലെ സാജൻ. 3 പേരാണ് മത്സരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വോട്ടിടുക. ഇപ്പം നമ്മൾ 4, 3, 7 പേരുണ്ട്. ഈ 7 പേരെ വെച്ച് എങ്ങനെ വോട്ടെടുക്കാൻ? എൻ്റെ അഭിപ്രായത്തിൽ സാരം പറഞ്ഞ പോലെയാണ്, എല്ലാവരും വന്നിട്ട് വോട്ടിംഗ് നടത്തുന്നതാണ്. ഇതേ എല്ലാവരും വന്നിട്ടൊന്നും ഇവിടെ വോട്ടിംഗ് നടക്കത്തില്ല. ഇപ്പോൾ ഉള്ളവരെ വെച്ച് നടത്താമെങ്കിൽ അങ്ങ് നടത്തിയാൽ മതി. വരേണ്ടവരാണെങ്കിൽ നേരത്തെ വന്നാൽ. ഇപ്പോൾ ഈ ഇരിക്കുന്നവരെ വെച്ച് നടത്താൻ പറ്റുമെങ്കിൽ നടത്താം, അല്ലെങ്കിൽ ഞങ്ങൾ പോവാം. ശരി, ഉള്ളതിനെ വെച്ച് നമുക്ക് നടത്തിയേക്കാം. അതാവല്ലേ ശരി. ഈ ബുക്ക് ആ സൈഡിൽ കൊണ്ട് വെക്കുന്നതായിരിക്കും. ഫസ്റ്റ് പേര് മനോജ് കാര്യമറ്റം, 2 എൽദോ, 3 സാജൻ. അവിടെ കൊണ്ട് ബുക്ക് വെക്കുന്നതായിരിക്കും. ആദ്യം തന്നെ പ്രസിഡന്റ് തന്നെ തുടങ്ങിയാൽ പറ്റേ. അതെ, ഞാൻ അത്യാവശ്യം വോട്ട് വരാം. പോയാ മതി, അല്ലെങ്കിൽ അങ്കിൾ ഈ മത്സരത്തിൽ ഇല്ലെന്ന് പറഞ്ഞിട്ട് പോകും. എനിക്ക് മത്സരം വേണ്ട, ഒന്നും വേണ്ട, ഞാൻ പോവാം. പക്ഷെ എന്നാലും ഈ പുള്ളി എന്തിനാ എങ്ങനെ കാണിച്ചേ? ശരി, സാജി പോയി വോട്ടേ. ആരെയാണ് തരുന്നത്? നീ പോയിട്ട് അർജന്റ് എന്നാലും ഇവർക്ക് എന്നാ പറ്റി? തോമാ, അവർ രണ്ടുപേരും പോയില്ലേ? എന്നാ തോമ ഇനി വോട്ട് ചെയ്യുന്നു. ഞാനേ അവരെ നോക്കിട്ട് വോട്ട് ചെയ്യുന്നേ. അവരെ നോക്കിട്ട് പറയാം. ചേട്ടാ, ഇവിടെ എന്തൊരു പണിയാണ് കാണിച്ചേ? 2-3 പേര് പോവുകയും ചെയ്തു. ഒപ്പം ബാക്കിയുള്ളവരെല്ലാം ഇതിലേക്ക് ഈ അസോസിയേഷൻ പ്രസിഡന്റായിട്ട് നമ്മളെ എൽദോ ചാനെ അയക്കാൻ തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു.
പൂക്കളെല്ലാം കൊണ്ടുവന്നു. അത്തപ്പൂക്കളെ കിട്ടണം. ആ പിന്നെ നീ ഇങ്ങനെ നിന്നാ എങ്ങനെയാ? ഞാനോ? ആ ഞാനെങ്ങനെയായിട്ട് ഇപ്പം നിനക്ക് എടാ നീ കൂടെ ഒക്കെ എന്തായാലും ഇപ്പൊ പൂ വാങ്ങിച്ചോണ്ട് വന്നേ. പിന്നെ ആരാ ഇത് ഇടുന്നേ? നിനക്കറിയത്തില്ല ഇടാൻ? എനിക്കറിയത്തില്ല. നമുക്കിപ്പം അറിയാവുന്ന രീതിയിൽ ചെയ്യാം. യൂട്യൂബ് ഒക്കെ ഉണ്ടല്ലോ, പഴയ കാലമൊന്നും അല്ലല്ലോ. അങ്ങനെ ചെയ്യുമോ നീ? നമുക്ക് നോക്കാന്നേ. അപ്പൊ നീ ചെയ്താ മതി. ചെയ്യാന്നേ. മക്കളെ മണിക്കുട്ടി ആ പൂവെല്ലാം കൊണ്ടുവാ. നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം. നമുക്കിത് ഈ ഡിസൈൻ നോക്കിയാലോ? ഇതെങ്ങനെയുണ്ട്? ഒരു ഡിസൈൻ നോക്കണ്ട. ഞങ്ങൾ എത്ര നേരമായെന്നറിയാമോ? അത് കുഴപ്പമില്ല, നന്നായി. നമുക്ക് ഏതായാലും ഇത് തികയത്തില്ല. അതായത് ഞാൻ കൊണ്ടുവരുമെന്ന് എനിക്കറിയാനും. ഇത്രയും മേടിച്ച് ഞങ്ങള് എല്ലാവരും മിക്സ് ആകുമ്പോ ശരിയാകുന്നേ. അതൊക്കെ മതി. പറനിറയെ പൊന്നളത്തും പൗർണമിരാവായി പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലാ. പറനിറയെ പൊന്നളത്തും പൗർണമിരാവായി പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലാ. ദൈവമേ, ആ അങ്കിളാണല്ലോ. പണി വാളൂ. ആണ്ട വരുന്ന എൻ്റെ ഒരു കാലം, എനിക്ക് പണി കൊടുത്താലോ? അല്ലെങ്കിൽ വേണ്ട, വെറുതെ എന്തിനാ എൻ്റെ തടി കേടാക്കി. ഇച്ചിരി പായസം കുടിച്ചിട്ട് ഇനി ചെയ്താലോ? ജയം വാ. ഇതെന്നെ വയ്യാതെ വരുന്നേ. അയ്യോ ഇതെന്നെ പറ്റി? ഓ, അതൊരു നീണ്ട കഥയാ. എന്നിട്ട് പറയാം. അച്ഛന് പായസം എടുത്തു കൊടുത്തേ. അയ്യോ, അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. പിന്നീട് പറയാം. ആണോ? ആ ജയം കുടി. താൻ എവിടെയായിരുന്നു? ഞങ്ങളോട് ആശുപത്രിയിലൊക്കെ തന്നെ കണ്ടിട്ടുണ്ട്. അതൊന്നും പറയണ്ട. ഞാനേ ഇവിടെ നിന്ന് ആശുപത്രിയിലൊന്നും ശരിയായില്ല. ഞാൻ ആ പാളയത്ത് പോയതാ. എങ്ങനെയാലും ഒന്ന് പിടിച്ചു കെട്ടണ്ടേ, അതിന് വേണ്ടിയിട്ടായി. അവിടെ ഞാൻ ഉരിഞ്ഞെടുക്കുമോ? അല്ല, അവിടെ എൻ്റെ നിർത്തുന്ന ഒരു പരിപാടിയുണ്ട്, പെട്ടെന്ന്. ആണോ? നല്ല പായസം കേട്ടോ. ആണോ? അയ്യോ എന്റെ ദൈവമേ, എന്റെ ഈ അച്ചായനുണ്ടല്ലോ, എന്നാ ഉണ്ടാക്കി കൊടുക്കട്ടെ. ഒന്നെങ്കിൽ പറയും ഇപ്പൊ ഈ പായസം തന്നെ മോത വെക്കുന്നതുണ്ടോ, അല്ലെങ്കിൽ പറയും മധുരം കുറവ്, അല്ലെ ഏലക്കാ കൂടി. എന്തായാലും കുറ്റം പറയാതിരിക്കും. അങ്ങനെ ഞാൻ എന്തേലും കുറ്റം പറഞ്ഞ ഞാൻ കുടിക്കത്തേ ഇല്ല. ഓ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞേ. എനിക്കിപ്പോ കുടിക്കാൻ പറ്റിയല്ലോ. കുടിച്ചാലോ? സൂപ്പറാ. കുഴപ്പമില്ലല്ലേ? നല്ല പൈസായിരുന്നു കേട്ടോ. അപ്പൊ വയറിന് പ്രശ്നമാണെന്ന് പറഞ്ഞു. ഓ, ഇപ്പൊ എന്നാ ഒരു പായസം കുടിച്ചാലും പാടയം വരെ പോകുന്ന കേസല്ലേ ഉള്ളൂ. കൂടെ പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഓണമായിട്ട് പായസം കുടിച്ചില്ലല്ലേ? അതല്ലേ, അതന്നെ. ഇവിടെ ഇട്ട് കഴിഞ്ഞിട്ട് കുളമാവും. ആണോ? അത് കാര്യം ചെയ്യാൻ പറ്റും. അവിടെ കയറ്റിയിടാണ്. ഉപ്പിട്ട് കഴിഞ്ഞാൽ കുളമായി. ഉപ്പ് അല്പം ഉപ്പ് ഇത് നമുക്ക് അപ്പോട്ടിടാം. ജോസൊക്കെ എന്ത് ചെയ്യും? അവര്
ജോസ്മോന്റെ വീട്ടിലോട്ട് പോയതാ. പിള്ളേർ ഇവിടെ കൊണ്ടുവിട്ട. പോയിട്ട് ഉടനെ വരാമെന്ന് പറഞ്ഞ പോയത്. എതിരെ കണ്ടില്ല. വരുമായിരിക്കും. തോമാച്ച ഇത്രയും സീരിയസ് ആകാൻ വേണ്ടി അന്ന് എന്നതാ കഴിച്ചത്? ഒരു ചായ കുടിച്ചാൽ മാത്രമേ എനിക്കറിയാം. പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കമ്മിറ്റിയുടെ ഇടയ്ക്കാന്ന് തോന്നുന്നു ചായ കുടിച്ചു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ തൊട്ട് ഭയങ്കര വേദന എന്ന് പറഞ്ഞാൽ ആകപ്പാടെ വലിയ വിഷയമായി. ഞാൻ പിന്നെ അതിനിടയ്ക്ക് ഇവരോട് പറയാതെ അങ്ങ് പെട്ടെന്ന് ഓടിക്കളഞ്ഞു. പിന്നെ ഇവിടുന്ന് ഓടി അവസാനം ഞാൻ കണ്ണു തുറന്ന് നോക്കുന്ന ആശുപത്രി കിടക്കുന്ന. എന്നാലും നമ്മളെല്ലാവരും കൂടെ അല്ലേ ചായ കുടിച്ചത്? നിങ്ങൾക്ക് മൂന്ന് പേർക്ക് മാത്രം എങ്ങനെ പണി കിട്ടിയത്? അപ്പോൾ എല്ലാവർക്കും പണി കിട്ടിയോ? അതറിഞ്ഞില്ലേ? നമ്മുടെ പ്രസിഡന്റ് പിന്നെ മറ്റേ സാജനില്ലേ, അവരിപ്പോ മെഡിക്കൽ കോളേജില്ല. അയ്യോ. അപ്പൊ ആ രണ്ടുപേരെ സിറ്റുവേഷൻ എന്താണെന്ന് ഇപ്പൊ അറിയത്തില്ല. എന്നാണ് ഫോൺ വിളിച്ചിട്ടൊന്നും എടുക്കുന്നില്ല. എന്നാണ് സംഗതി പ്രശ്നങ്ങളാ. ഇതിനൊക്കെ കൃത്യം കാരണക്കാരനാരാന്നറിയോ? ഇല്ല. അച്ചായന്റെ മൂത്ത കൊച്ചുമോനില്ലേ കോപ്പി, അവനാ ഇതിനെല്ലാം കാരണം. അവനെന്നാ പണി പറ്റിയത്? കോപ്പി വന്നേ. എന്നാ സംഭവം എന്നാന്ന്? അപ്പച്ച പറയണോ അതോ ഫ്ലാഷ് ബാക്കിലോട്ട് പോയാൽ മതി? എന്താ ഫ്ലാഷ് ബാക്ക്? ഇപ്പൊ കിട്ടാനുള്ളത് കിട്ടി. ഇപ്പൊ എന്തെങ്കിലും പറ. ഫ്ലാഷ് ബാക്ക് എങ്കിൽ ഫ്ലാഷ് ബാക്ക് ഞാൻ ഇപ്പൊ പറയാവേ. അപ്പൊ ചെയ്യാനും പോട്ടെ. പോട്ടോ. ചേട്ടാ എവിടുന്നാ മറ്റേ ചായ ഒക്കെ മേടിക്കുന്നേ? ചായ തൊട്ടപ്പുറം ചായപ്പുറയുണ്ട്. ചേട്ടാ നിന്നെ എന്നാ അതെ, ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ അപ്പച്ചൻ തോറ്റു പോകും. അത് ശരിയാ. പക്ഷെ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും? ഞാൻ പറയുന്ന പോലെ ചേട്ടയ്ക്ക് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ അപ്പച്ചൻ ജയിക്കും. നീ എന്നാടാ ഉദ്ദേശിക്കുന്നത്? ഇങ്ങോട്ട് പോയി ഞാൻ പറഞ്ഞു. അത്രയ്ക്ക് വേണോടാ? അതൊക്കെ വേണം. നമ്മുടെ അപ്പച്ചൻ ജയിക്കണ്ടേ? ജയിക്കൂലോ? ജയിക്കും. ചേച്ചി ചായ എടുത്തോ? അത് കുഴപ്പമില്ല. ചേട്ടാ ഒരു പേന കിട്ടുമോ? അങ്കിളിന് പണി തരുന്നൊന്നും വിചാരിച്ചല്ല. അല്ലെങ്കിൽ അവർ ഓർക്കത്തില്ല നമ്മൾ പണി കൊടുത്തെന്ന്. എന്നാലും എന്ത് സാധനമാണ് ഞങ്ങൾക്കെല്ലാവരും കളിക്കി തന്നെ? അതുകൊണ്ട് ഇച്ചുന്ന് വെച്ച ബാലകൃതിയായിരുന്നു അങ്കിളെ. മാനസദ്യയോ? ഇവിടെ 10 വർഷം കഴിച്ച ഓണസദ്യ മൊത്തം പോയി. എനിക്ക് വല്ല ബിമ്മോ സർക്കസിലോ ഇതെല്ലാം ആയിരുന്നാലും പിന്നെ ഉണ്ടായിരുന്നു. അത് മതിയായിരുന്നു. അത് ശരിയായിരുന്നു അങ്കിളെ. അതാകുമ്പോൾ ടോയ്ലറ്റ് വൃത്തിയായി കിട്ടിയേനെ. അങ്കിളെ ബാലദസ്യക്ക് മണമൊന്നും ഇല്ലല്ലോ. അത് മാത്രമല്ല അത് ചായക്കകത്തിട്ടാലും മനസ്സിലാകത്തൊന്നും ഇല്ലല്ലോ.
ഇവരൊക്കെ ഉണ്ടല്ലോ ഇവിടെ വെച്ചോണ്ടിരിക്കേണ്ടതല്ല. ഇവരെ കൊണ്ട് അതിർത്തി കൊണ്ടുപോകണം. കാർഗിൽ കൊണ്ട് അതിർത്തി കൊണ്ട് പാകിസ്ഥാൻകാരെ കൊണ്ടുപോകും. എന്തിനാണ് എന്നെ ഇങ്ങനെ വെച്ചേക്കുന്നത്? എന്നെ കത്തിച്ച് കളാം. അച്ചായോ മഴ പോയി കേട്ടോ. ആണോ? നമുക്ക് വെളിയിൽ തന്നെ ഇട്ടാലോ? ശരിയാ. എനിക്ക് തോന്നേ കോപ്പിയുടെ ഫ്ലാഷ് ബാക്കിന് വേണ്ടിയേ മഴ വന്നതാണെന്നാ എനിക്ക് തോന്നുന്നു. ആ ഞാൻ അവിടെ ഇടാം. പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറേ പൂ പാടം അഴകിൻ പാൽക്കടലാ കൊളുത്തും കാവളം കിളിയേ കൈവള കാതില ചാർത്തിയില്ലേ കോടിയുടുത്തില്ലേ കാവിനുള്ളിൽ വിളക്കു കൊളുത്തും കാവളം കിളിയേ കൈവള കാതില ചാർത്തിയില്ലേ കോടിയുടുത്തില്ലേ. അയ്യോ ഇതെന്നതാ കഥകളിയാണോ ഇത്? ഇത് പണ്ടുണ്ടല്ലോ നമുക്ക് മറ്റേ വായനശാലയില് സമ്മാനം കിട്ടിയ ഒരു സംഭവം ആണല്ലേ? കഥകളിയുടെ വേറെ ഒരു വേഷനാണ്. ഞാൻ എനിക്കറിയത്തില്ല. കൊള്ളാം. അതിന് വായനശാലയ്ക്ക് എപ്പോഴാണ് ഫസ്റ്റ് കിട്ടിയത്? ചേട്ടാ അതൊക്കെ പറഞ്ഞില്ലേ ഉണ്ടല്ലോ ഇവിടെ അടി നടക്കും. ഓ അതുകൊണ്ട് ഓക്കെ. എന്നാണേലും ഇതിനൊരു കുറ്റവും പറഞ്ഞില്ല കേട്ടോ. എല്ലാരുന്നേലുണ്ടല്ലോ എന്നാ വിളിക്കുക. പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറേ പൂ പാടം അഴകിൻ പാൽക്കടലാ